രണ്ടുപേരുടെ സ്നേഹത്തിന്റെ ഫലമായാണ് നിനക്ക് ഈ ഭൂമിയിൽ പ്രവേശനം ലഭിച്ചത്. സ്നേഹത്തിലൂടെ പുനർജന്മം കൊണ്ട നീ ഇപ്പോൾ ദുഃഖഭാരവുമായി കഴിയുന്നു. ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത നാളുകൾ മാത്രമുള്ള ഈ ഭൂമിയിലെ ജീവിതത്തിൽ ദുഃഖഭാരങ്ങളുമായി കഴിയേണ്ട അവസ്ഥയിൽ നിന്നെ എത്തിച്ചത് നീ തന്നെയാണ്. നിന്റെ ഉറക്കമില്ലാത്ത രാത്രികളും ആരും കാണാതെ നീ പൊഴിച്ച കണ്ണീരും നിന്നെ തന്നെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തുകയായിരുന്നു ചെയ്തത്. അതിൽ നിന്നും നീ പ്രാപ്തമാക്കുന്നത് ദുഃഖം മാത്രമാണ്. കാരണം നീ നൽകുന്ന പ്രതിഭാസം തന്നെയാണ് പ്രകൃതി നിന്നിലേക്ക് എത്തിക്കുന്നത്. നീ ദുഃഖഭാരത്തോടെ കഴിഞ്ഞാൽ നിനക്ക് ദുഃഖങ്ങൾ സമ്മാനിച്ചവരും ദുഃഖത്തിലാകുമെന്ന് കരുതിയെങ്കിൽ അത് നിന്റെ മൂഢത്വം നിറഞ്ഞ മനനം മാത്രമാണ്. അവർക്ക് നിന്നോട് യാതൊരുവിധ അനുകമ്പയുമില്ല. നിന്റെ സങ്കടങ്ങളിൽ അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. വഞ്ചനയും നഷ്ടങ്ങളും പരാജയവുമൊക്കെ നന്മയോടെ നിൽക്കുന്നവർക്ക് സംഭവിക്കുന്ന അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളുടെ ആഘാതത്തിൽ നിന്ന് നിനക്ക് രക്ഷയാകുന്നതും അതേ നന്മകൾ കാരണമാണ്. അങ്ങനെയുള്ള ഇരുണ്ട ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് വെളിച്ചത്തിന്റെ മൂല്യം നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നീ കരുതുന്ന ഇപ്പോഴത്തെ ദുഃഖം ഒരു ശിക്ഷയായി കാണാതെ നിന്റെ വഴിയെ പുനരുദ്ധരിക്കുന്ന പരീക്ഷണമായി വിലയിരുത്തുക. നീ വളരെ സ്നേഹിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മൃത്യു സംഭവിച്ചാൽ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാതെ ആദ്യം നീ കരയും. പിന്നീട് മനസ്സിനെ പാകപ്പെടുത്തി അയാളുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച് മടങ്ങും. കുറച്ചു ദിവസങ്ങൾ അയാളുടെ ഓർമ്മകൾ നിന്നെ വേദനിപ്പിക്കുമെങ്കിലും നിന്റെ കർമ്മങ്ങളുടെ ആധിപത്യത്തിൽ ആ ഓർമ്മകൾക്ക് മങ്ങലേൽക്കുകയും മനസ്സിന്റെ വേദനയ്ക്ക് അന്ത്യമാകുകയും ചെയ്യും. ഇപ്പോൾ നീ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ദുഃഖങ്ങളും അത് നിനക്ക് സമ്മാനിച്ചവരും മൃത്യു സംഭവിച്ച കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളാണ്. അതിനെ നിന്റെ മനസ്സിൽ നിന്നും ദഹിപ്പിച്ച് കളയുക. അതിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിച്ചിരിക്കുന്ന പിണമായി നീയും മാറും. എന്തുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ ഭവിച്ചു എന്ന് ചോദിക്കാതെ ഇതിൽ നിന്നും നീ എന്ത് പഠിച്ചു എന്ന് ഓർത്തു നോക്കൂ. ദുഃഖങ്ങൾ ജീവിത പാഠങ്ങളാണ്. ആ പാഠങ്ങളാണ് മുന്നോട്ടുള്ള നിന്റെ യാത്രകളെ ത്വരിതപ്പെടുത്തുന്നത്. ഇപ്പോൾ നീ ചെയ്യേണ്ടത് നിന്റെ ദൈനംദിന കർമ്മങ്ങൾക്ക് മുൻഗണന നൽകുക എന്നതാണ്. കർമ്മമണ്ഡലങ്ങൾക്ക് നിന്റെ കണ്ണീരിനെ ഉണക്കാനുള്ള ശക്തിയുണ്ട്. അത് നിന്റെ ശാരീരിക ക്ഷമതയെയും വർദ്ധിപ്പിക്കും. അതിലൂടെ നീ ആഗ്രഹിച്ച ഫലവും ഞാൻ നിന്നിലേക്ക് എത്തിക്കും. മനസ്സിൽ കളങ്കമില്ലാതെ നിന്ന് നിന്നെ ദുഃഖത്തിലേക്ക് തള്ളിയിട്ടവരും അതിൽ സന്തോഷിച്ചവരും നീ സന്തോഷിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ ദുഃഖത്തിൽ ആഴ്ന്നു തുടങ്ങും. നിന്റെ കൂടെ ആരുമില്ല എന്ന് കരുതിയ നിമിഷങ്ങളിലൊക്കെയും ഞാൻ നിന്നെ ചുമക്കുകയായിരുന്നു എന്ന സത്യം അന്ന് നീ മനസ്സിലാക്കും. ധൈര്യമായി നിന്റെ കർമ്മങ്ങളുമായി മുന്നോട്ടു പോകുക. കരയുന്നത് ശുദ്ധീകരണമാണെങ്കിലും എഴുന്നേൽക്കാതെ കരച്ചിലിൽ തന്നെ കുടുങ്ങിപ്പോയാൽ നിന്റെ ധർമ്മത്തിന് നാശം സംഭവിക്കും. നിന്റെ വിഷമങ്ങളോടൊപ്പം ഓം ഹ്രീം കാലഭൈരവായ നമഃ എന്ന മന്ത്രം ദിവസവും പുലർച്ചെ 4 മണിക്കും 6 മണിക്കും ഇടയിലുള്ള ബ്രഹ്മമുഹൂർത്തത്തിൽ 11 തവണ ചൊല്ലുക. എന്റെ ഉഗ്രരൂപമായ കാലഭൈരവൻ നിന്റെ മനസ്സിനെ ഉരുക്കാക്കി മാറ്റിക്കൊണ്ട് നിനക്കൊപ്പമുണ്ടാകും.